നമസ്കാരം, നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. പോയ വാര വാർത്തകൾ, വിദ്യാഭ്യാസ വാർത്തകൾ. തൊടുപുഴ മുത്താരംകുന്ന് കോഓപ്പറേറ്റീവ് പബ്ലിക് സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു. മുഖ്യ അതിഥിയായി എത്തിയത് IPS യർഷിരാജ് സിംഗ്. ഉദ്ഘാടന ചടങ്ങ് പ്രസംഗത്തിൽ അതിമനോഹരമായ മോട്ടിവേഷൻ ക്ലാസ്. അതോടൊപ്പം +2 SLC ഉയർന്ന മാർക്ക് വാങ്ങിയ മുഴുവൻ കുട്ടികളെയും ആദരിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഭാവി വിദ്യാഭ്യാസ രീതികളെ പറ്റിയും ജീവിത രീതി ശൈലികളെ പറ്റിയുമുള്ള മോട്ടിവേഷൻ ക്ലാസ് രക്ഷകർത്താക്കൾക്കും കുട്ടികൾക്കും ഒരു നവ്യാനുഭവമായി മാറി. It's a day of celebration of hard work, perseverance, excellence, and we have come here together for celebrating this auspicious occasion and honor our dear students who excel in their academic performance in the academic year 2024-25. It's with immense pleasure and honor that today we welcome a truly distinguished personality among us as our chief guest, Mr. Rishiraj Singh, retired IPS officer, an epitome of integrity, courage and public service. കൂടിയാണ്. കോളേജ് ലൈഫ് എനിക്ക് അറിയാവുന്നതാണ്. ഒരു സ്ത്രീ പ്രിൻസിപ്പളോ അഡ്മിനിസ്ട്രേറ്ററോ ഒക്കെ ആയാൽ നമ്മുടെ ആ സ്കൂളിലോ കോളേജിൻ്റെ അന്തരീക്ഷം തന്നെത്താൻ മാറും. ശുചി അല്ലെങ്കിൽ വൃത്തി കൂടും. ആളുകളെ കേൾക്കാൻ നീളമായ സമയത്തിലേക്ക് ആളുകളുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കാൻ ഒരാളവിടെ ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ലോകത്തിൽ അറിയപ്പെടുന്ന കാര്യങ്ങളാണ്. സ്റ്റാഫിൻ്റെ ഭാഷ നന്നാവും. കുട്ടികളോട് കുറച്ച് പേഷ്യൻസ് ആയിട്ട് പെരുമാറ്റം
കൂടുതലുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും മാഡമിൻ്റെ ഈ സാന്നിധ്യത്തിൽ കോപ്പറേറ്റീവ് പബ്ലിക് സ്കൂൾ വളരെ മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ സംശയമില്ല. SSLC ഹയർ സെക്കൻഡറിയിൽ കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് എന്ന അവാർഡ് ദാനവും കൂടിയുണ്ട്. ആ സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ ആ കുട്ടികൾക്ക് വേണ്ടി പാരൻസിന് വേണ്ടി കുറെ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നു. ഇനിയും എന്താ വാട്ട് നൗ വാട്ട്, അതായത് ഇനിയും ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ട് ഇതൊരു ചോദ്യം എല്ലാ കുട്ടികളുടെ മനസ്സിലുണ്ടാവും. പുതിയ മേഖലകൾ ഒത്തിരി വന്നിട്ടുണ്ട്. പഴയ കാലം മാറിക്കൊണ്ടിരിക്കുന്നു. പഴയ കാലമാണെങ്കിൽ ആ ഒരു വിചാരവും നമ്മുടെ മനസ്സിലുള്ളൂ. ഒന്നുകിൽ ഡോക്ടറായിട്ട് പരീക്ഷ എഴുതണം, ഡോക്ടറിന് വേണ്ടി നീട്ട് പരീക്ഷ എഴുതണം, ഇല്ലെങ്കിൽ JEE പരീക്ഷ എഴുതണം. 5 വർഷം മുമ്പ് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് വഴികൾ മാത്രമേ നമ്മുടെ മുമ്പിൽ കുട്ടികൾക്ക് കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ കുട്ടികളുടെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മൂന്നാമത്തെ വഴി ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇപ്പോൾ താമസിക്കാൻ ഞാൻ 39 വർഷമായിട്ട് കേരളത്തിലുണ്ട്. ഞാൻ സർവീസ് പ്രിപ്പറേഷനിൽ നല്ല അന്തരീക്ഷമുണ്ട്. ചുരുങ്ങിയെങ്കിലും 50 അല്ലെങ്കിൽ 60 കുട്ടികൾ എല്ലാ വർഷം സിവിൽ സർവീസ് പരീക്ഷയിൽ IAS, IPS, IFS ആയിട്ട് പോയി പാസ്സായി പോകുന്നു. ഇപ്പോൾ ഡൽഹി ലോകത്തിൽ, ഇന്ത്യ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ സിവിൽ സർവീസ് അക്കാഡമികൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരത്തിലാണ്. നിലനിൽക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മഷീൻ ലേണിംഗ്, സൈബർ സെക്യൂരിറ്റി, ഡ്രോൺ മേക്കിംഗ്. അതായത് ഇപ്പോൾ ഇന്ത്യ രാജ്യത്തിൽ പറയുന്നത് അടുത്ത 5 വർഷത്തിൽ 5 കോടി ജോലികൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങളിലേ ഉണ്ടാവുള്ളൂ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പഠനം കേരളത്തിൽ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിൽ തുടങ്ങി കഴിഞ്ഞു 3 വർഷമായി. തിരുവനന്തപുരം കഴക്കൂട്ടത്തിൽ അവരും ഓഫ്ലൈനും ഓൺലൈൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡിഗ്രിയും കൊടുക്കുന്നുണ്ട്, ഡിപ്ലോമയും കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അനുകരിക്കണം. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഒരു വിഷയം പഠിപ്പിക്കുകയായിരുന്നു. ഇവിടെ എത്ര കുട്ടികൾക്ക് അറിയാമായിരുന്നു? എല്ലാ കോളേജുകളിലും, ഞാൻ സ്കൂൾ കോളേജിൽ ചോദിക്കുമ്പോൾ അവർക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. യു ഷുഡ് നോ. അത് നമ്മുടെ ഭാവിയിലെ ഏറ്റവും പെട്ടെന്ന് ജോലി കിട്ടാനുള്ള ഒരു മേഖലയാണ്. അവിടെ ചിലവൊന്നുമില്ല, പൈസ കൂടുതൽ കിട്ടുകയും ചെയ്യും. നീറ്റ് പരീക്ഷ അല്ലെങ്കിൽ JEE പരീക്ഷ കുട്ടികൾ എഴുതുന്നത്, ഇന്ത്യ രാജ്യത്തിൽ എഴുതുന്നത് ഓരോ പരീക്ഷ 30 ലക്ഷം കുട്ടികളാണ്. കേരളത്തിലും എഴുതുന്നത് 1.5 ലക്ഷം. പറയാൻ പറഞ്ഞത് അവിടെ കുറെ കോമ്പറ്റീഷൻ ഉണ്ട്. ഞാൻ പറയുന്നത് കോമ്പറ്റീഷൻ ഇല്ലാത്ത മേഖലകളാണ്. അവിടെ നിന്ന് ഇപ്പോൾ ഡിഗ്രിയോ ഡിപ്ലോമ എടുത്താൽ താങ്കൾക്ക് പെട്ടെന്ന് 50,000, 60,000, 70,000 താഴെ അതിന് മേലുള്ള പെട്ടെന്ന് ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. നമ്പർ 2 മഷീൻ ലേണിംഗ്. ഇതിനെ സംബന്ധിച്ചുള്ള ഇപ്പോൾ കോഴ്സുകളൊക്കെ കേരളത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. പിന്നെയാണ് SSLC ഹയർ സെക്കൻഡറിയിൽ കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടികൾക്ക് എന്ന അവാർഡ് ദാനവും കൂടിയുണ്ട്. ആ സാഹചര്യത്തിൽ ചില കാര്യങ്ങൾ ആ കുട്ടികൾക്ക് വേണ്ടി പാരൻസിന് വേണ്ടി കുറെ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നു. ഇനിയും എന്താ വാട്ട് നൗ വാട്ട്, അതായത് ഇനിയും ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ട് ഇതൊരു ചോദ്യം എല്ലാ കുട്ടികളുടെ മനസ്സിലുണ്ടാവും. പുതിയ മേഖലകൾ ഒത്തിരി വന്നിട്ടുണ്ട്. പഴയ കാലം മാറിക്കൊണ്ടിരിക്കുന്നു. പഴയ കാലമാണെങ്കിൽ ആ ഒരു വിചാരവും നമ്മുടെ മനസ്സിലുള്ളൂ. ഒന്നുകിൽ ഡോക്ടറായിട്ട് പരീക്ഷ എഴുതണം, ഡോക്ടറിന് വേണ്ടി നീട്ട് പരീക്ഷ എഴുതണം, ഇല്ലെങ്കിൽ JEE പരീക്ഷ എഴുതണം.
5 വർഷം മുമ്പ് നോക്കുകയാണെങ്കിൽ ഈ രണ്ട് വഴികൾ മാത്രമേ നമ്മുടെ മുമ്പിൽ കുട്ടികൾക്ക് കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ കുട്ടികളുടെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുമ്പാമത്തെ വഴി ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇപ്പോൾ താമസിക്കാൻ ഞാൻ 39 വർഷമായിട്ട് കേരളത്തിലുണ്ട്. ഞാൻ വിദ്യാഭ്യാസത്തിലും കായിക ഇനത്തിലും മികവ് തെളിയിച്ച കുട്ടികൾക്ക് യർഷരാജ് സിംഗ് നേരിട്ട് തന്നെ ആദരിച്ചുകൊണ്ട് മെമ്മോറാണ്ടങ്ങളും ട്രോഫികളും നൽകി.